നമ്മൾ ഈ കളിക്കുമ്പോഴേ ഇഞ്ചുറി പറ്റുമ്പോൾ എപ്പോഴും പറയും അതൊന്ന് മടങ്ങി ഞാൻ പിടിച്ചിട്ടു പിന്നെ കളിക്കും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ടുകൊണ്ടിരിക്കും. പിന്നെ ഇവരതിനെക്കുറിച്ച് അത്ര ബോധേഡല്ല. ഈ ലിഗമെന്റ് പോയാൽ ഭാവിയിൽ എന്ത് സംഭവിക്കും, അപ്പോൾ അതും വെച്ച് കഷ്ടപ്പെട്ട് കളിക്കും. അപ്പോൾ എന്താ ഭാവിയിൽ സംഭവിക്കുക? ഭാവിയിൽ തന്നെ സംഭവിക്കുന്നത് ഇപ്പോൾ ഈ ലിഗമെന്റ് പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു മൊബിലിറ്റി അബ്നോർമൽ മൂവ്മെന്റ് വരും, അലൈൻമെന്റ് വ്യത്യാസം വരും, ഒരസൽ വരും മുട്ടുകൾ തമ്മിൽ. അപ്പോൾ ഈ മുട്ടിൻ്റെ കാർട്ടിലേജ് തരുണാസ്ഥി ഉരസി തേയ്മാനം വരും. അങ്ങനെയാണ്. അപ്പോൾ ഈ ഏർലി സ്റ്റേജ് അപ്പോൾ പറയില്ലേ 40 വയസ്സിൽ 50 വയസ്സിൽ എങ്ങനെ ഈ ചെറുപ്പക്കാർക്ക് മെയിൻലി ഇതാണ് ഒരു റീസൺ കണ്ടിട്ടുള്ളത്. അവർ ഈ ലിഗമെന്റും വെച്ച് കളിച്ച് ഫുട്ബോൾ പ്ലേയേഴ്സിലൊക്കെ. അപ്പം പിന്നെ നമ്മൾ ഈ കാർട്ടിലേജ് ഇഞ്ചുറി ഒരിക്കലും ഹീൽ ചെയ്ത് പ്രീവിയസ് സ്റ്റേജിലേക്ക് പോവില്ല. അപ്പോൾ ശരിക്കുള്ള ഹൈലിൻ കാർട്ടിലേജ് ആണ്. അതിന് സയൻറ്റിഫിക്കലി സംസാരിക്കുകയാണെങ്കിൽ ഹൈലിൻ കാർട്ടിലേജ് വിൽ ബി റീപ്ലേസ് വിത്ത് ഫൈബ്രോ കാർട്ടിലേജ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അതേ ഗുണങ്ങളൊന്നും ഇല്ലാത്തൊരു കാർട്ടിലേജ് ആയിട്ടാണ് മാറുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും കാർട്ടിലേജ് ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ വളരെ നൂതനമായ ചികിത്സകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അത്ര പ്രോമിസീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് അല്ല. അപ്പോൾ അത്രയും ഈ റിപ്പീറ്റഡ് ഇഞ്ചുറീസ് വരാതെ ശ്രമിക്കുന്നതാണ് ഒരു മേജർ ഓസ്റ്റിയോ ആർത്രൈറ്റിസിലേക്ക് പോകാതിരിക്കാൻ.